ലാലിസത്തിന്റെ പണം മോഹൻലാലിന് തിരിച്ചയച്ചു. സ്പീഡ് പോസ്റ്റ് വഴിയാണ് 1.63 കോടി രൂപയുടെ ചെക്ക് ലാൽ തിരിച്ചയച്ചത്. മോഹൻലാൽ വാക്കു പാലിച്ചു. തിരിച്ചു നൽകുമെന്ന് പറഞ്ഞ തുക തിരിച്ചയച്ചു. 1,63 ലക്ഷം രൂപയുടെ ചെക്ക് ദേശീയ ഗെയിംസ് സംഘാടക സമിതി ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസർ ജേക്കബ് പുന്നൂസിന് അയച്ചു നൽകി. സ്പീഡ് പോസ്റ്റ് വഴിയാണ് ചെക്ക് അയച്ചത്. കായിക മന്ത്രിക്ക് അയച്ച കത്തിൽ ലാലിസത്തിന് ചിലവായ തുക തിരിച്ചു നൽകുമെന്ന് മോഹൻലാൽ നേരത്തെ പ്രഖ്യാപിച്ചിരുന്നു. തീരുമാനത്തിൽ അദ്ദേഹം ഉറച്ചു നിൽക്കുകയും ചെയ്തു. തുക തിരിച്ചു വാങ്ങുന്നത് സംബന്ധിച്ച് ഭരണകക്ഷിയിൽ തന്നെ രണ്ടഭിപ്രായമുണ്ടായി. ഇതോടെ തീരുമാനം മന്ത്രിസഭയ്ക്ക് വിട്ടു. തുക തിരിച്ചു വാങ്ങരുത് എന്ന പൊതുധാരണയാണ് മന്ത്രിസഭാ യോഗത്തിലുണ്ടായത്. എന്നാൽ അതിനു മുൻപ് തന്നെ മോഹൻലാൽ പണം തിരിച്ചയച്ചു കഴിഞ്ഞിരുന്നു. പണം നൽകിയത് മോഹൻലാലിനായിരുന്നില്ലെന്നും അതുകൊണ്ട് തിരിച്ചു വാങ്ങില്ലെന്നും മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി അറിയിച്ചു. അദ്ദേഹം ഇപ്പോൾ ഈ വാങ്ങിയ തുക തിരിച്ചു തരും എന്ന് പറഞ്ഞതായിട്ട് ഞാൻ കണ്ടു. ഗവൺമെൻറ് ആ തുക തിരിച്ചു വാങ്ങുന്ന പ്രശ്നമേ ഇല്ല. ഇത് ഒരു എഗ്രിമെൻ്റ് ഉണ്ടാക്കി, ഒരു കരാറുണ്ടാക്കി, ആ കരാറിൻ്റെ അടിസ്ഥാനത്തിൽ നടത്തിയ പരിപാടികളാണ്. അതെല്ലാം ചിലവായ തുകയാണ്. ആ കരാറിനകത്ത് ഒരു തുകയും മോഹൻലാലിൻ്റെതായിട്ട് എടുത്തു വെച്ചിട്ടില്ല. അനേകം കലാകാരന്മാർ പങ്കെടുത്ത ഒരു പരിപാടി, അത് അതിൻ്റെ വിഹിതമായിട്ട് അവർ ഓരോരുത്തർക്കും കൊടുത്തിട്ടുള്ളതാണ്. മോഹൻലാലിനെ മറയാക്കി അഴിമതി മറച്ചു പിടിക്കാനാണ് സർക്കാർ ശ്രമിക്കുന്നതെന്ന് KP ഗണേഷ് കുമാർ MLA പറഞ്ഞു. കണക്കില്ലാതെ പണം പമ്പി, അതിന് മോഹൻലാലിനെ മറയാക്കുക. പരിപാടി പരാജയപ്പെട്ടു, മോഹൻലാൽ സ്വന്തം കയ്യിൽ നിന്ന് പൈസ തിരിച്ചു കൊടുക്കാമെന്ന് പറഞ്ഞു. ആ പൈസ സ്വീകരിച്ചുകൊണ്ട് ആ മനുഷ്യനെ ഇതിൽ നിന്ന് ഒഴിവാക്കണം. മറ്റ് നെറികേടുകളെ കുറിച്ചാണ് അന്വേഷിക്കേണ്ടത്. ഈ ഒരു ലാലിസം മുന്നിൽ നിർത്തിയിട്ട് അതിൻ്റെ പുറകെ നടക്കുന്ന തെറ്റുകളെ മുഴുവൻ ന്യായീകരിക്കാനുള്ള ഒരു ദുഷ്ടലക്ഷ്യം അല്ല. ലാലിസത്തിൻ്റെ കുറ്റം കൊണ്ടാണെന്നോ LED വാളുണ്ടാക്കിയതിൽ 4 ഇരട്ടി കാശ് കൊടുത്തത് ലാലിസമാണ്. ദേശീയ ഗെയിംസിന്റെ ഉദ്ഘാടന ചടങ്ങിൽ അവതരിപ്പിച്ച കലാപരിപാടികൾക്ക് ചെലവഴിച്ച തുകയെക്കുറിച്ച് സമഗ്ര പരിശോധന വേണമെന്ന ആവശ്യവും ശക്തമാണ്. NV ബാലകൃഷ്ണൻ, ന്യൂസ് ബ്യൂറോ, തിരുവനന്തപുരം.